പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് 2019 ചോദിച്ചിട്ടുള്ളത്. അതായത് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്കറിയാം, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ, അതായത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഓർ ലോക്കൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് ടു ഡു എനി ആക്ടിവിറ്റി, അതായത് അപ്പം നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ, ജനങ്ങൾക്ക് പൊതുവായ സാറ്റിസ്ഫാക്ഷന് വേണ്ടി സർക്കാർ എടുക്കുന്ന പൊതുവുള്ള ചെലവുകളാണ് ഇതിൽ വരിക, പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ വരിക. അപ്പം എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് എന്ന് പറയും ടു പ്രൊമോട്ട് ദ സോഷ്യൽ വെൽഫെയർ, അതിനെയാണ് നമ്മൾ വിളിക്കുക പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇനി ഇതിൽ 3 പ്രധാന, അതായത് തിയറീസ് ആണ് ഉള്ളത്. തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇറ്റ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. വൺ ഈസ് ദാറ്റ് വാഗ്നർ ഹൈപ്പോത്തിസിസ്, രണ്ടാമത്തെ ആള് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്, മൂന്നാമത്തേതിനെ ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തിസിസ്. ഇതിൽ ആദ്യം പറഞ്ഞ 2 അതായത് വാഗ്നർ ഹൈപ്പോത്തിസിസും അതുപോലെ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് 6 തമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ക്രിട്ടിക്കൽ ലിമിറ്റ് ഹൈപ്പോത്തിസിസിനെ പറ്റി അതിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 2 പറ്റി നമ്മൾ നോക്കുന്നത്. ഇതിൽ 2019 ചോദിച്ചിട്ടുള്ളത് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. എന്താണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. 1890 തുടങ്ങി അതുപോലെ തന്നെ 1955 വരെയുള്ള കാലഘട്ടത്തിലെ യുണൈറ്റഡ് കിങ്ഡത്തിലെ അല്ലെങ്കിൽ UK പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസിനെ പറ്റി, അതായത് ആ കാലഘട്ടത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഗ്രോത്ത് വെച്ചുകൊണ്ടാണ് പീകോക്ക് വൈസ്മാൻ എന്നുള്ള 2 ഇക്കണോമിസ്റ്റ് ഈ തിയറിയെ ഫോം ചെയ്തിട്ടുള്ളത്. 1890 തുടങ്ങി 1950, അതായത് 1890 to 1955 പീരീഡ്. In United Kingdom, the growth of public expenditure explained by 2 economists, one is Peacock and other is that Weismann. So they formulated a new theory that is known as Peacock-Weismann hypothesis. അപ്പോൾ എന്താണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് കാലഘട്ടം 1890 തുടങ്ങി 1955 വരെ in United Kingdom, the growth of public expenditure explained by the economists Peacock and Weismann. According to their opinion, public expenditure increases not in a continuous manner or discontinuous manner. Public expenditure increases in a discontinuous manner or not a continuous manner. അതായത് വാഗ്നർ ഹൈപ്പോത്തിസിസിലെ വാഗ്നർ അതായത് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൾവേസ് ഇൻക്രീസിംഗ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇത്തരത്തിലുള്ള വർധനവ് എന്നുള്ളതാണ് ജർമ്മൻ ഇക്കണോമിസ്റ്റായ അഡോൾഫ് വാഗ്നർ പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ, അതായത് നോട്ട് എ കണ്ടിന്യൂ, അത് കണ്ടിന്യൂസ് മാനറിലല്ല പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, അത് ഡിസ്കണ്ടിന്യൂസ് മാനർ. ഇത്തരത്തിൽ നമ്മൾ ഇതിനെ വിളിക്കുക സ്റ്റെപ്പ് ലൈക്ക് ഫാഷൻ കണ്ടോ, അല്ലെങ്കിൽ ഒരു ജെർക്കിംഗ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ വന്നു, പിന്നെ വീണ്ടും കൂടി, പിന്നെ കുറക്കണ്ടോ, ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് രൂപത്തിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നത് എന്നുള്ളതാണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെ ഡിസ്കണ്ടിന്യൂസ് മാനറിൽ പറയുന്നത്? കാരണം ദിസ് ഈസ് ഡ്യൂ ടു ദ ഫിസിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ കൺട്രി ദാറ്റ് ഈസ് ഇൻ എ ഇറ്റ് ഈസ് ഇൻ റൈസൺ ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ കൺട്രി, ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്കറിയാം, അതിന് പബ്ലിക് റവന്യൂ വരുന്നുണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് കണ്ടോ. ഇറ്റ് ഇൻക്രീസസ് ഓർ റൈസൺ ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ. ഒരിക്കലും ഒരേ റേറ്റില് അല്ലെങ്കിൽ കണ്ടിന്യൂസ് മാനറിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസ് ചെയ്യാറില്ല. ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂ കൂടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഇൻ എ സ്റ്റെപ്പ് ലൈക്ക് ഫാഷൻ കേട്ടോ. അതായത് സ്റ്റെപ്പ് ലൈക്ക് ഫാഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം, ജെർക്കിംഗ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ജെർക്കിംഗ് രൂപത്തിലാണ് ഇത് വർദ്ധിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് ഡ്യൂ ടു ദ ഫിസിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ കൺട്രി. ഫിസിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ഇറ്റ് ഇൻക്രീസസ് റൈസൺ ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ. ഇത് പറയാനായിട്ട് അദ്ദേഹം, അതായത് വൈ ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ, എന്തുകൊണ്ടാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡിസ്കണ്ടിന്യൂസ് മാനർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ലൈക്ക് ഫാഷനിൽ പറയുന്നത്, അതിൽ വികസിക്കുന്നത്, ഇത് പറയാനായിട്ട് അദ്ദേഹം 3 കമ്പോണൻസിനെ 3 അതായത് കൺസെപ്റ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഏതൊക്കെ കമ്പോണൻസ്? ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ഹിയർ ദർ ഈസ് എ
ഒന്നാമത്തെ ആൾ എന്ത് വിളിക്കുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്. രണ്ടാമത്തെ ആളെ ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്. മൂന്നാമത്തെ ആളെ കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. These are the three important components which explained by Peacock and Weisman in order to explain, that is, growth of public expenditure not in a continuous manner. പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നത് കണ്ടിന്യൂസ് മാനർ, ഒരേ രീതിയിലല്ല എന്ന് കാണിക്കാനായിട്ട് 3 ഇഫക്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇഫക്ട് പ്ലസ് ഇൻസ്പെക്ഷൻ ഇഫക്ട് പ്ലസ് third is that concentration effect, that is equal to 3 important effects explained by Peacock and Weisman. What are the speciality of these 3 important effects? എന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത്? The first is that displacement effect. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ഥാനഭ്രംശം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ്, അതായത് നമ്മുടെ സ്ഥലങ്ങളിലുള്ള മാറ്റം. അതായത് this is what is meant by displacement effect. Displacement effect is that here there is a change from older level of public revenue and public expenditure to new level of public revenue and public expenditure. Here there is a change from or displacement from older level to either older level of public revenue and expenditure to new level of public revenue and expenditure. വളരെ അല്ലേ? അതായത് വളരെ എളുപ്പത്തിൽ നമുക്കറിയാം ഹിയർ ദർ ഇസ് എ ഷിഫ്റ്റ് ഓർ ചേഞ്ച് അല്ലേ? ഷിഫ്റ്റ് ഫ്രം, ഇവിടെ നിന്ന് എങ്ങോട്ടാ മാറിയത്? ഷിഫ്റ്റ് ഫ്രം ഓൾഡർ ലെവൽ ഓഫ് പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ടു ന്യൂ ലെവൽ ഓഫ് പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ന്യൂ ലെവൽ ഓഫ് പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്. സ്ഥാനം മാറ്റം, അല്ലെ നമുക്ക് പറയാം ചേഞ്ച് വരിക, ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തോട്ടുള്ള മാറ്റം. എന്തുകൊണ്ടാണ് ഹിയർ ദർ ഇസ് എ ചേഞ്ച് ഫ്രം ഓർ ഷിഫ്റ്റ് ഫ്രം ഓൾഡർ ലെവൽ ഓഫ് പബ്ലിക് റവന്യൂ മീൻസ് ടാക്സേഷൻ, ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർ public revenue and expenditure to new level of public revenue and expenditure. അദ്ദേഹം പറയുന്നത് എനി സോഷ്യൽ ഡിസ്റ്റർബൻസ്, നമുക്കറിയാം സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ സമയം ഒരേപോലെ ആയിരിക്കുന്നില്ല. എന്തെങ്കിലും സാമൂഹികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എനി സോഷ്യൽ ഡിസ്റ്റർബൻസ് incurred in our economy, here there is a change from public revenue to public expenditure. സാധാരണ അവസ്ഥയിൽ കുഴപ്പമില്ല, ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സർക്കാരിന് എന്ത് വരണം? പബ്ലിക് റവന്യൂ ആവശ്യമാണ്. ഈ പബ്ലിക് റവന്യൂ ഉപയോഗിച്ചുകൊണ്ട് വേണം സർക്കാരിന് ചെലവുകൾ നടത്താനായിട്ട്. ഏതെങ്കിലും രീതിയിലുള്ള എനി സോഷ്യൽ ഡിസ്റ്റർബൻസ് incurred in our economy, here there is a shift from older level of public revenue to, that is, public revenue and expenditure to new level of public revenue and expenditure. അതായത് പഴയതിൽ നിന്നും പുതിയതിലോട്ടുള്ള മാറ്റം. അതായത് സാധാരണ സിറ്റുവേഷൻ ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റും. എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, സാമൂഹികമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വാറ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അന്ന് നമുക്കറിയാം അവിടെ പബ്ലിക് റവന്യൂ ഇനാഡിക്വേറ്റ് ആണ്. അതൊരുപോലെ നമുക്കറിയാം സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് ആ റവന്യൂ കൂടി ഇതിലോട്ട് മാറ്റണം, യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റണം. അപ്പോൾ കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെലവഴിക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ പഴയതിൽ നിന്നും പുതിയതിലോട്ട് മാറ്റും. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ഫണ്ട് സഫീഷ്യന്റ് ആയില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? പുതിയ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. സാധാരണ സിറ്റുവേഷൻ കുഴപ്പമില്ല, പുതിയ സാമൂഹിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ അതനുസരിച്ച് എന്ത് കൂട്ടുന്നു? അവർക്ക് ചെലവ് കൊടുക്കാനായിട്ട്, കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് പുതിയ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ പഴയതിൽ നിന്നും പുതിയതിലോട്ടുള്ള മാറ്റത്തിനാണ് എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ്. ഹിയർ ദർ ഇസ് that is any social disturbance incurred in our economy, here there is a shift from older level of tax and expenditure or public revenue and public expenditure to new level of public revenue and expenditure, that is equal to displacement effect. അപ്പൊ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ പുതിയ അവസ്ഥയിലോട്ടെത്തി, പുതിയ പബ്ലിക് റവന്യൂ വരുന്നു, പുതിയ പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്നു. എന്നാൽ this
പബ്ലിക് റവന്യൂ ഓർ ടാക്സേഷൻ ഇറ്റ് ഈസ് ടോളറൻസ്, അതായത് ഇറ്റ് ഈസ് ടോളറന്റ് ലെവലാണെന്ന് വിചാരിക്കുക. ടോളറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറൻസ്, അതായത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ പുതിയ ടാക്സ് കൊണ്ട് ജനങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. കാരണം ദിസ് ഇസ് ദ ടോളറന്റ് ലെവലാണ്, ടോളറൻസ് ലെവലാണ്. അതായത് ന്യൂ പബ്ലിക് റവന്യൂ ഇറ്റ് commonly accepted by all, that is known as tolerant level or tolerance limit. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അത്തരത്തിലുള്ള ടാക്സ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് പഴയ അവസ്ഥയിലായെങ്കിലും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ ഡിസ്റ്റർബൻസിൽ പുതിയ ടാക്സും വന്നു. പുതിയ ടാക്സ് കൊണ്ട് സർക്കാർ എന്ത് ചെയ്തു? പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തു. ഒരു പക്ഷേ ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ടാക്സ് ആണെങ്കിൽ പഴയ അവസ്ഥയിലോട്ട് നമ്മൾ വന്നാലും ജനങ്ങൾ അതിനെ എതിരെ പ്രതികരിക്കില്ല. ഓൾ ആർ ആക്സെപ്റ്റഡ് കണ്ടോ. അപ്പം ഈ ടോളറന്റ് ലെവലാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതായത് നമുക്ക് മനസ്സിലായി പഴയതിൽ നിന്ന് ഞാൻ പുതിയ അവസ്ഥയിലോട്ട് വന്നപ്പം, പഴയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും സാധാരണ അവസ്ഥ നമുക്ക് പ്രശ്നമില്ല. ഏതെങ്കിലും സോഷ്യൽ ഡിസ്റ്റർബൻസ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് കൂട്ടുന്നു. ഈ ടാക്സ് കൂട്ടിക്കൊണ്ടാണ് സർക്കാർ അന്നത്തെ അവസ്ഥ, അതായത് സർക്കാരിന്റെ ആ ചെലവുകളെ മാറ്റി. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് വാറ് വന്നു കഴിഞ്ഞാൽ വാറ് മീറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ എന്ത് ചെയ്യുന്നു? വാറിന് വേണ്ടി ഫണ്ട് കണ്ടെത്താനായിട്ട് ജനങ്ങളിൽ ടാക്സ് ഈടാക്കുന്നു. ഈ ടാക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വാറിന് വേണ്ട വെപ്പൺസും എക്യുപ്മെന്റ്സും ഒക്കെ സർക്കാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാറിനെ ഓവർകം ചെയ്യുന്നു. വാറിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ പഴയ അവസ്ഥയിലോട്ട് എത്തി. കാരണം വാറൊക്കെ നമ്മൾ മാറ്റി സാമൂഹിക അവസ്ഥ സാധാരണ രീതിയിലായി. അപ്പം നമുക്കറിയാം പുതിയ ടാക്സ് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ടാക്സ് ടോളറൻസ് ലെവലാണെങ്കിൽ all are accepted this tax. This does not create any problem for the people. ആ ടാക്സ് ഉയർത്തിയാലും ഒരു പക്ഷേ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ടാക്സ് ആണെങ്കിൽ അത് ജനങ്ങളിലെ യാതൊരു ബുദ്ധിമുട്ടും ഉളവാക്കാറില്ല. അപ്പം നമ്മൾ പുതിയ ടാക്സ് വന്നു, സാമൂഹിക അവസ്ഥ പഴയപടിയായി എന്ന് വിചാരിച്ചുകൊണ്ട് ടാക്സ് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഓൾ ആർ ആക്സെപ്റ്റഡ്. ഇതിനാണ് വിളിക്കുക ടോളറൻസ് ലെവൽ, ടോളറൻസ് ലിമിറ്റ് ആണ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റിന്റെ പ്രത്യേകത. എനി social disturbance incurred in our economy, here there is a shift from older level of public revenue and public expenditure to new level of public revenue and expenditure, that is equal to displacement effect. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാനിവിടെ ടോളറൻസ് ലിമിറ്റ് നിങ്ങളോട് എന്താണെന്ന് പരിചയപ്പെടുത്തി, എന്താണ് സംഭവം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്. ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റർബൻസ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വാറ്. അവിടെ ആ സന്ദർഭത്തിലെ ഇനാഡിക്വസി ഓഫ് ദ, ഇപ്പം നമ്മൾ ഇനാഡിക്വസ് ഓഫ് ദ റവന്യൂ ഓർ റിസോഴ്സസ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ. ഓട്ടോമാറ്റിക് ആയിട്ട് വാറ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റവന്യൂ കൂട്ടി. അത് ടോളറൻസ് ലെവലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലപ്പം ടോളറൻസ് ലെവലിനേക്കാൾ മറികടന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉളവാക്കാം. അപ്പൊ നമ്മൾ പറയാണ് എനി സോഷ്യൽ ഡിസ്റ്റർബൻസ്, ഹിയർ ദർ ഇസ് എ ഇനാഡിക്വസി ഓഫ് റിസോഴ്സസ് കമ്പയർഡ് വിത്ത് റിക്വയർഡ് എക്സ്പെൻഡിച്ചർ. ഇനാഡിക്വസി ഓഫ് റവന്യൂ ഓർ റിസോഴ്സസ്, അതായത് പബ്ലിക് റവന്യൂവിന്റെ ഇനാഡിക്വസി നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്? കമ്പയർഡ് വിത്ത്, ദാറ്റ് ഈസ് റിക്വയർഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് റവന്യൂവിന്റെ അപര്യാപ്തത ആരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണ്? ദാറ്റ് ഇസ് ദ റിക്വയർഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്. ദാറ്റ് ഈസ് എനി സോഷ്യൽ ഡിസ്റ്റർബൻസ് incurred in our economy, government and people to find a solution. അതായത് ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റർബൻസ് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ജനങ്ങളും സർക്കാരും അതിനു വേണ്ട സൊല്യൂഷൻസ് ആരായും സൊല്യൂഷൻസ് കണ്ടെത്തും. അങ്ങനെ സൊല്യൂഷൻസ് നോക്കിയിട്ട് എന്താ മനസ്സിലായത്? ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈസ് ദാറ്റ് ഇനാഡിക്വസി ഓഫ് പബ്ലിക് റവന്യൂ കമ്പയർഡ് വിത്ത് റിക്വയർഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, that is equal to inspection effect.
അതായത് വാറ് വന്നു കഴിഞ്ഞപ്പോൾ വാറിലുള്ള സോൾവൻസ് എങ്ങനെ കണ്ടെത്തണം, ആ സോൾവ് ചെയ്യാനുള്ള മെക്കാനിസം രണ്ടു കൂട്ടരും ആലോചിക്കും. ആരൊക്കെയാ? ഒരു വശത്ത് ജനങ്ങള്, people and government both are, that is they thought about how to find a solution or they think about how to find a solution. എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നതെന്ന് രണ്ടു കൂട്ടരും ചിന്തിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലായി എന്താ കമ്പയർ ചെയ്യുന്നത്? ഇനാഡിക്വസി ഓഫ് പബ്ലിക് റവന്യൂ കമ്പയർഡ് വിത്ത് റിക്വയർഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമുക്ക് എന്താ സൊല്യൂഷൻ കണ്ടെത്തിയത്? ഇവിടെ പബ്ലിക് റവന്യൂ ഇനാഡിക്വേറ്റ് ആണ്. ഏതിനനുസരിച്ച്? നമുക്ക് കിട്ടിയ പബ്ലിക് എക്സ്പെൻഡിച്ചർ അനുസരിച്ച്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്. എനി സോഷ്യൽ ഡിസ്റ്റർബൻസ് government and people to find the solution. Finally, they conclude that there is to make a comparison between inadequacy of public revenue with the required public expenditure. അതാണ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ് ശരിയായോ, അതായത് എന്തെങ്കിലും സൊല്യൂഷൻസ് കാണാൻ പറ്റുമോ എന്നുള്ളൊരു വിശദീകരണം നമ്മൾ കൊടുക്കുക. അതിനാണ് ഇത് വിളിക്കുക ഇൻസ്പെക്ഷൻ ഇഫക്റ്റ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ കണ്ടു. മൂന്നാമത്തെ ആളെയാണ് ഇത് വിളിച്ചത് കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. കോൺസെൻട്രേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ apparent tendency for the central government, എന്താണ്? that is central government economic activity to grow faster than local and state government, that is state government in influencing or experiencing economic growth. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണ്, that is concentration effect refers to the apparent tendency for the central government economic activity to grow faster than, that is state government and local government where the society is experiencing economic growth. ഈ ഡെഫിനിഷനിലെ 3 കമ്പോണൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. that is apparent tendency for the central government. apparent means ക്ലിയർ ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ട് ഇതിനാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റി. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റി ടു ഗ്രോ ഫാസ്റ്റർ ദാൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്. പൊതുവെ സെൻട്രൽ ഗവൺമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലോക്കൽ ഗവൺമെന്റ് ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ, അതായത് കൂടാനായിട്ടുള്ള ടെൻഡൻസി കാണാൻ വ്യക്തമായ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞ പ്രവണത കാണിക്കുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇക്കണോമിക് ആക്ടിവിറ്റി മറ്റ് ഗവൺമെന്റിനെ അനുസരിച്ച് അപേക്ഷിച്ച് കൂടാനുള്ള ടെൻഡൻസി കാണുന്നു. എന്തുകൊണ്ടാണ്? that is when a society is experiencing economic growth. എപ്പോഴാണ് കാണിക്കുന്നത്? when a society is experiencing economic growth. ഒരു സമൂഹം അല്ലെങ്കിൽ സമുദായം ഇക്കണോമിക് ഗ്രോത്തിന്റെ അതിൽ കടക്കും. ഇത് സൊസൈറ്റി ഈസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ള അതിനുള്ള പ്രവേശനം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നടത്തുമ്പോൾ, പരിശീലനം കിട്ടുമ്പോൾ സാധാരണ കാണുന്ന ഒരു ടെൻഡൻസിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റി സ്റ്റേറ്റിന്റെയും ലോക്കൽ ഗവൺമെന്റിനേക്കാളും കൂടുതലാകാനുള്ള ഒരു ടെൻഡൻസി കാണുന്നു. that is it refers to central government, അതായത് it refers to the apparent tendency for the central government economic activity to grow faster than state and local government when the society is experiencing economic growth. അതായത് സാമ്പത്തിക വളർച്ച ഒരു സമൂഹത്തില് നമ്മൾ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ പൊതുവെ കാണുന്ന ഒരു ടെൻഡൻസിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വളർച്ച ആരേക്കാൾ കൂടുതലാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലോക്കൽ ഗവൺമെന്റ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു സൊസൈറ്റി ഇക്കണോമിക് ഗ്രോത്തിലോട്ട് കടക്കുമ്പോൾ ആരുടെ റോളാ കൂടുതൽ? സെൻട്രൽ ഗവൺമെന്റിന്റെ റോളാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് സ്റ്റേറ്റിനേക്കാളും ലോക്കൽ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ. ഇതാണ് എന്ത് കാണിക്കുന്നത്? മൂന്നാമത്തെ കോൺസെൻട്രേഷൻ ഇഫക്റ്റ്. ഈ 3 ഇഫക്റ്റുകളാണ് നമ്മൾ ആരെ പരിചയപ്പെടുത്തുന്നത്? പീകോക്ക് ആൻഡ് വൈസ്മാൻ, അതായത് ഹൈപ്പോത്തസിസ്. ആരൊക്കെയാ? ഒന്നാമത്തെ ആളെ ഡിസ്പ്ലേസ്മെന്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു, രണ്ടാമത്തേതിന് ഇൻസ്പെക്ഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു, മൂന്നാമത്തേതിന് കോൺസെൻട്രേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് തീരെ ഇതായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ഇച്ചിരി ഇലാബറേറ്റ് ആയിട്ട് പറയാനുള്ളതാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇനി വാട്ടപ്പെടുത്ത മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തസിസ്.
അപ്പം ജർമ്മൻ ഇക്കണോമിസ്റ്റായ അഡോൾഫ് വാഗ്നറുടെ അഭിപ്രായത്തിൽ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസിംഗ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. എന്നാൽ ഇതിന് പറയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ. ഇതുകൊണ്ടാണ് അവർ ഫസ്റ്റ് മെറിറ്റ് അത് പറയാണ് മോർ കൺവിൻസിങ്. അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ അതായത് ഇൻക്രീസിങ് ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനർ എന്നുള്ളതാണ് ഏതിനേക്കാളും കൂടുതൽ കൺവിൻസിങ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ വാഗ്നർ ഹൈപ്പോത്തിസിസിനേക്കാളും കൂടുതൽ കൺവിൻസിങ്, ജനങ്ങൾക്ക് കൂടുതലായിട്ട് കൺവിൻസിങ്. നമുക്കറിയാം പബ്ലിക് എക്സ്പെൻഡിച്ചർ എപ്പോഴും ഒരേപോലെയല്ല കൂടുക. ഏതെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടണം. അല്ലാതെ സാധാരണ ലെവൽ വരുമ്പോഴോ പബ്ലിക് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ പബ്ലിക് റവന്യൂ, അതായത് റവന്യൂ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് ഈസ് മോർ കൺവിൻസിങ് കമ്പയർഡ് ടു ദ വാഗ്നർ ഹൈപ്പോത്തിസിസ്. വാഗ്നറേക്കാളും, അതായത് വാഗ്നറിന്റെ ഹൈപ്പോത്തിസിസിനേക്കാളും മോർ കൺവിൻസിങ് ആണ് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. രണ്ടാമത്, അതായത് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്, that is, it shows that not to claim as immutable economic laws and principle. Not to claim as immutable. Immutable means change. അതായത് not immutable, not change. അതായത് നോട്ട് ചേഞ്ച്, അതായത് മാറ്റമില്ലാത്ത അവസ്ഥയല്ല അവർ ക്ലെയിം ചെയ്തത്. അതായത് ഇക്കണോമിക് ലോസും ഇക്കണോമിക് പ്രിൻസിപ്പിളും ഇമ്മ്യൂട്ടബിൾ ആണെന്ന് അവർ എന്താണ് ക്ലെയിം ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? മാറ്റങ്ങളെ ഇവര് ഫുള്ള് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ക്ലെയിം ആസ് ഇമ്മ്യൂട്ടബിൾ ഇക്കണോമിക് ലോസ് ആൻഡ് ഇതാണ് ഇക്കണോമിക് ലോസ് ഓർ പ്രിൻസിപ്പിൾ. ഇക്കണോമിക് ലോസിൽ വരുന്ന മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് തയ്യാറാണ്. അപ്പം മാറ്റം, അതായത് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള, നോട്ട് ചേഞ്ച് ആൻഡ് നെഗറ്റീവ് ആണ്, നോട്ട് ക്ലെയിം ആസ് ഇമ്മ്യൂട്ടബിൾ. അതായത് ചേഞ്ചിന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസിൽ തയ്യാറാണ് എന്നുള്ള രണ്ട് പ്രധാന മെറിറ്റുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രണ്ട് ഇക്കണോമിക്സ് നമ്മോട് പറയുന്നത്, ഒന്ന് മോർ കൺവിൻസിംഗ് ആണ്, അറ്റ് ദി സെയിം ടൈം ദിസ് ഓൾസോ ആക്സെപ്റ്റഡ് ചേഞ്ചിങ് ഇക്കണോമിക് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾ. ദീസ് ആർ ദ ടു ഇമ്പോർട്ടന്റ് മെറിറ്റ്. And next, what about the demerit of the Peacock and Weizmann hypothesis? That's not identify and separate all the relevant causes of increase in public expenditure. അതായത് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ അതിനുണ്ടാകുന്ന റെലവന്റ് കോസസ്, ഉദാഹരണമായിട്ട് എർബനൈസേഷൻ വന്നു, പോപ്പുലേഷൻ വന്നു, പ്രൈസ് കൂടി, ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാനായിട്ട് പീകോക്ക് ആൻഡ് വൈസ്മാന് ഹൈപ്പോത്തിസിസിൽ സാധിച്ചിട്ടില്ല. അതായത് നോട്ട് ഐഡന്റിഫൈ ആൻഡ് സെപ്പറേറ്റ് ഓൾ ദ റെലവന്റ് കോസസ് ഓഫ് പബ്ലിക് റവന്യൂ ആൻഡ് റെലവന്റ് കോസസ് ഓഫ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് പറയാനായിട്ട് പീകോക്ക് ആൻഡ് വൈസ്മാൻ അവര് ഫെയിലിയർ ആണ് അവർക്ക് സാധിച്ചിട്ട്. ദാറ്റ് അബൌട്ട് ദ ഡിമെറിറ്റ് ഓഫ് ദ പീകോക്ക് ആൻഡ് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇതാണ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഷോർട്ട് നോട്ട്. ദാറ്റ് ഈസ് ഹിയർ ദർ ഈസ് എ നോട്ട് ഓൺ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. അപ്പൊ എന്താണ് തിയറി എന്ന് പറഞ്ഞു, അതിന്റെ 3 ഇഫക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ സംസാരിച്ചു.